എൻ്റെ പേര് അയ്യപ്പനെന്നാണ്. കുഴപ്പമില്ലാത്തൊരു പാർട്ടിയാണ്. എ അയ്യപ്പൻ മരിച്ചാൽ അനുസ്മരണക്കുറിപ്പുകളും അനുഭവകഥകളും ഫാക്സ് ചെയ്യാൻ പാകത്തിൽ തയ്യാറാക്കി വച്ചിരുന്ന എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് എ അയ്യപ്പൻ കവിതയുടെ ജീവപര്യന്തം തടവിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നു. ഇനി അടുക്കും ചിട്ടയും നിറഞ്ഞ നമ്മുടെ യൂണിഫോം ജീവിതങ്ങളിലേക്ക് അനാഥരുടെ ചോദ്യങ്ങളുമായി അലോസരപ്പെടുത്തിക്കൊണ്ട് കവിതയുടെ പുലിപ്പുറത്ത് അയാൾ വരില്ലല്ലോ എന്ന് നമ്മൾ ആശ്വസിക്കുന്നു. ജീവിതത്തിന്റെ അയവും തെളിവുമില്ലാത്ത അക്കാദമിക് ബലം പിടുത്തങ്ങൾക്കിടയിൽ കവിത പോലുള്ള ജീവിതം കൊണ്ട് അതിനെ അട്ടിമറിക്കാൻ അയാൾ ഇനി വരില്ലല്ലോ എന്ന് കോട്ടും സ്യൂട്ടുമിട്ട നമ്മുടെ നടപ്പ് ശീലങ്ങൾ സന്തോഷിക്കുന്നു. എനിക്ക് ബാങ്കിൽ നിന്ന് ലോൺ എഴുതുന്നൊരു പാർട്ടിയാണ്. സോറി. മദ്യം, അരാജകത്വം, അലച്ചിൽ എന്നീ സ്ഥിരം വിശേഷണങ്ങളിൽ അയ്യപ്പനെ തളച്ചിട്ട എല്ലാവരും ആ കവിത 70-കൾ മുതൽ ഇങ്ങോട്ട് ഇതുവരെയും മലയാള കവിതയെ എത്രത്തോളം ദൃഢതയോടെ പുതുക്കി എന്നത് മറച്ചുവെക്കുന്നു. വെറും പാട്ടുകവികളുടെ കൂടാരമായി അധപ്പതിക്കുമായിരുന്ന മലയാള കവിതയ്ക്ക് ഗദ്യത്തിന്റെ ഈടുറപ്പും ഭാവപൗരുഷവും നൽകിയ യുഗപുരുഷനായിരുന്നു എന്നത് മറച്ചുവെക്കുന്നു. ഡൽഹിയിലെ ഒരു മഞ്ഞുകാലത്ത് അയ്യപ്പൻ അനുഭവങ്ങളെ അഴിച്ചുവിട്ടതിൻ്റെ ഓർമ്മകൾ ഇപ്പോഴുമുണ്ട്. ഞാൻ ആ ജനലിലൂടെയാണ് ഇവിടുത്തെ ആ കലാപം കാണുന്നത്. ആദ്യത്തെ ഒറ്റ ഞടക്കമാണ് സംഭവം. അത് നോക്കുമ്പോഴത്തേക്ക് ഒരുത്തനെ തെരുവിലിട്ട് കുത്തി കൊല്ലുന്ന ഒരു സീനുണ്ട്. ആശാൻ പുരസ്കാരം വാങ്ങാൻ പോകുമ്പോൾ ഒരു കവിക്ക് വീണു മരിക്കാം എന്ന് തെളിയിച്ചുകൊണ്ട് അയ്യപ്പൻ മരണത്തെയും ഒരു കവിതയാക്കിയിരിക്കുന്നു. ഒരു കവിയുടെ ഏറ്റവും നല്ല കവിത അയാളുടെ ആത്മഹത്യയാണ് എന്ന് പറയുന്നത് പോലെ. കാറപകടത്തിൽപ്പെട്ട് മരിച്ച വഴിയാത്രക്കാരൻ്റെ ചോരയിൽ ചവിട്ടി ആൾക്കൂട്ടം നിൽക്കെ മരിച്ചവൻ്റെ പോക്കറ്റിൽ നിന്നും പറന്ന 5 രൂപയിലായിരുന്നു എൻ്റെ കണ്ണ്. പി കുഞ്ഞിരാമൻ നായർക്ക് ശേഷം മലയാളത്തിൽ ഒരു കവിയുടെ സമ്പൂർണ്ണ ജീവിതം ജീവിച്ചു തീർത്ത ഒരേയൊരു അയ്യപ്പൻ്റെ കവിതകളുടെ ചോരയിൽ സ്പർശിച്ചുകൊണ്ട് എം എസ് ബനേഷ്.